ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നോട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ എന്നിൽ കൂടിക്കൂടി വരിക. ഇതേ സംശയരോഗത്തിന്റെ തുടക്കം. എല്ലാ പെണ്ണുങ്ങൾക്കും ഇതുണ്ടാവുന്ന. സംശയരോഗം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ ഇത് അതൊന്നും അല്ല. എടോ, തനിക്കിതെന്താ പറ്റിയേ? അതാ എനിക്കും അറിയേണ്ടത്. ഞാൻ അറിയുന്ന സച്ചേട്ടൻ എന്റെ മുന്നിൽ ഒരു ഒളിവും അറിയില്ലാത്ത ആളാ. പക്ഷേ ഇപ്പൊ പല സമയങ്ങളിലായി സച്ചേട്ടന്റെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നുന്ന ചില അസ്വാഭാവികതകൾ, ഫോണിൽ സംസാരിക്കുമ്പോഴുള്ള ചില പെരുമാറ്റങ്ങൾ, അതുകൊണ്ട് ചോദിക്കുക, സച്ചേട്ടന് പരിഹരിക്കാൻ പറ്റാത്തതായ എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളിലുണ്ട്. അത് പറയാൻ പറ്റാത്തതിന്റെ വിങ്ങൽ സച്ചേട്ടന്റെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാനും പറ്റും. കാരണം ഞാൻ സച്ചേട്ടന്റെ ഭാര്യ. പറ, എന്താ അത്? എടോ, അങ്ങനൊന്നുമില്ല. ഇതുപോലെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി താൻ വെറുതെ മനപ്രയാസപ്പെടരുത്. താൻ സന്തോഷമായിട്ടിരിക്കുന്നത് മാത്രമാണ് എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും വലുത്. അല്ലാതെ വേറൊന്നുമില്ല. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. എന്ന് ഞാനൊരു കാര്യം പറയട്ടെ? നാളെ രാവിലെ തന്നെ നമുക്ക് പെരുവണ്ണാപുരത്തെ അമ്പലത്തിൽ പോണം. ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയ താലിമാല അവിടെ വെച്ച് കെട്ടിത്തരാന്നല്ലേ പറഞ്ഞത്? അതെ, ഇനി എനിക്ക് വച്ച് നീട്ടാൻ പറ്റില്ല. ആ താലിമാല കഴുത്തിലില്ലാത്തോണ്ടായിരിക്കും എനിക്ക് ഓരോ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ തോന്നുന്നത്. രാവിലെ 9 മണിക്കാ സ്കാനിങ്. കൂടെ ആരെങ്കിലും ഇല്ലാതെ സ്കാനിങ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ലക്ഷ്മിയെ കൊണ്ടുവരണം. നിങ്ങൾക്കറിയാലോ, ഏതു നിമിഷവും എന്ത് സംഭവിക്കാം. എപ്പോഴും കൂടി ഒരാൾ വേണം. എന്താന്നും മിണ്ടാത്തെ? നാളെ രാവിലെ തന്നെ പോണം. അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആ താലിമാല എനിക്ക് തരുന്ന ബലം അതൊന്ന് വേറെ തന്നെയാ. ദൈവമേ, രാവിലെ 9 മണിക്ക് തന്നെ ലക്ഷ്മി സ്കാനിങ്ങിന് കൊണ്ടുപോകണം. ആ സമയത്ത് തന്നെ ഇവളുടെ കൂടെ പെരുവണ്ണാപുരത്ത് അമ്പലത്തിലും പോകണം. ഇപ്പൊ എന്താ ചെയ്യാ?